ഹായ് ഗൈസ്, അപ്പം നമ്മള് ഇവിടെ എൻ്റെ സിസ്റ്റർ ലെച്ചൂസ് വന്നപ്പോൾ ഞങ്ങള് സ്നോ വേൾഡ് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നെക്സസ് സീ ഫുഡ് മാളിലുള്ളതാണ്. അപ്പം അവളുടെ കോളേജ് ട്രിപ്പ് കളഞ്ഞിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് അറ്റ്ലീസ്റ്റ് അവളെ, ഇത് മണാലിയൊക്കെ ആയിരുന്നു, അറ്റ്ലീസ്റ്റ് അവളെ ഒരു സ്നോ ഉള്ള ഒരു ചെറിയൊരു ഫീലിംഗെങ്കിലും കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് സർപ്രൈസ് ആയിട്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവളെന്ന് പറഞ്ഞാൽ തണുപ്പെന്ന് പറഞ്ഞാൽ എണീറ്റ് ഓടുന്ന ആളാ. അവളെ എങ്ങനെയൊക്കെയോ പിടിച്ച് ഇവിടെ വരെ കൊണ്ടുവന്നു. അപ്പം സത്യം പറഞ്ഞാൽ അവളിങ്ങനെ നോക്കി കഴിയോ ഞാനിപ്പോ തണുത്ത് വിറയ്ക്കുമല്ലോ, അതാണ് അവളുടെ മുഖത്തുള്ള എക്സ്പ്രഷൻ കേട്ടോ. ഏകദേശം -10 ഡിഗ്രി സെൽഷ്യസ് ആണ്. അവളെ സംബന്ധിച്ച് തണുപ്പെന്ന് പറഞ്ഞാൽ അത്രയും സഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിറയെ സ്നോ, അത് വെച്ച് കളിക്കാം. അതിന്റെ കൂടെ തന്നെ അതിന്റെ മേലൊരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അതിന്റെ ഫുൾ വ്യൂ ആ ബ്രിഡ്ജിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറെ ഊതി നോക്കി, മറ്റേ ഇങ്ങനെ പുക പോലെ വരുമെന്ന് അറിയാൻ വേണ്ടി. അതൊന്നും വന്നില്ല, കാരണം അത്ര തണുപ്പായിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഒരു സ്ലൈഡ് ഉണ്ടായിരുന്നു. ഹൈറ്റ് പേടിയുള്ള അവളെ പിടിച്ച് ഞാൻ ആ സ്ലൈഡ് കയറ്റി. ആ ചേട്ടനാണെങ്കിൽ അവളെ അങ്ങ് കറക്കി വിട്ട് ആ സ്ലൈഡിൽ കൂടെ. അവള് താഴെ എത്തിയപ്പോഴത്തേക്ക് ആ ചേട്ടനെ ഇനി വിളിക്കാത്ത ചീത്തയില്ല. ഞങ്ങളൊക്കെ കേറി, പക്ഷെ അവള് താഴെ എത്തിയപ്പോഴത്തേക്ക് ആ ചേട്ടൻ എന്നെ മാത്രം കറക്കി വിട്ട് എന്ന് പറഞ്ഞു ഭയങ്കര ചീത്തയായിരുന്നു. പിന്നെ അളിയനും തമ്മിലുള്ള കളിയായിരുന്നു. ആ പിള്ളേര് കേറുന്ന സാധനത്തിൽ അവളെ ഇരുത്തി ആ സ്നോയിൽ കൂടെ മൊത്തം എന്താ പറയുക ഉരുട്ടിക്കൊണ്ട് നടക്കുകയെന്ന് അളിയന്റെ പരിപാടി. വീണിട്ടും നിർത്താണ്ട് വീണ്ടും വീണ്ടും ഉരുട്ടി കളിക്കലായിരുന്നു പരിപാടി. അവൾ എങ്ങനെയൊക്കെയോ അതുമ്മൽ ബാലൻസ് ചെയ്ത് നിന്നു. എന്നെ ഇരുത്തി ഉരുട്ടി, ഞാൻ കമന്നടിച്ച് വീണു. ആ വീഡിയോ എടുത്തിട്ടില്ല ഇവരെന്തോ ഭയത്തിന്. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ സ്നോയിൽ എന്തൊക്കെ കളിക്കാൻ പറ്റുമോ അതൊക്കെ കളിച്ചു. അങ്ങനെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ആ സ്നോഫോൾ അവർ സ്റ്റാർട്ട് ചെയ്തത്. ആ സ്നോ ഇങ്ങനെ വീഴും നമ്മളെ മേത്ത്, ആ ഒരു ഇതിലേക്ക് ആയത്. പിന്നെ അവിടെ അവർ പാട്ട് വെച്ച് തന്നു. ആ സ്നോഫോളിൽ കിടന്ന് ഞങ്ങൾ ഭയങ്കര ഡാൻസ് കളിയായിരുന്നു. നല്ലോണം ഡാൻസ് കളിച്ചു. നല്ലൊരു ഫീലിംഗ് ആയിരുന്നു അത്. പിന്നെ തണുപ്പ് അഭിനയിക്കാൻ പറഞ്ഞതാണ് അവളോട്, പക്ഷെ അവൾക്ക് ശരിക്കും തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു 45 മിനിറ്റ്സ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആ സങ്കടത്തോടെ ഇറങ്ങിപ്പോകുന്ന എൻ്റെ ഭർത്താവിനെ കാണണം. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അടിച്ചു പൊളിച്ചു അതിനകത്ത്.